മേശ നിറച്ച് തുണിയാണ് അല്ലേ? കുറേ തുണികൾ മടക്കി വയ്ക്കാണ്ട് കേട്ടോ. സൗണ്ടൊന്നും ശരിയായിട്ടില്ലാന്ന്. ഭയങ്കര ക്ഷീണം. പനിച്ചപ്പോഴേ സൗണ്ടിലാണ്, തൊണ്ടയിൽ ഒന്നും ശരിയാവണ്ടേലേട്ടാ. മക്കളൊക്കെ അനിയൻ സുകന്യയും കുട്ടികളും ഒക്കെ അനിയൻ്റെ കൂടെ കോങ്ങാട് പോയിരിക്കുകയാണ് കേട്ടോ. ചെറിയവർക്ക് ചെരുപ്പ് വാങ്ങണം പറഞ്ഞിട്ടേ ചെരുപ്പ് വാങ്ങാൻ പോയിരിക്കുക. ഇവരാകുമ്പോൾ എന്താണെന്നറിയോ, അവരെ നോക്കുമല്ലോ. മറ്റേത് കടയിൽ കയറി കഴിഞ്ഞു വെച്ചാൽ അവരെല്ലാവരും പാടെ അങ്ങോട്ട് തുടങ്ങും ബഹളം വയ്ക്കാൻ. ആ പനിയന് പൂതി മാറും. അപ്പം നോക്കിയൊക്കെ നമ്മൾ തുണി മടക്കൽ പഠിച്ചിട്ട് തുണി ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും തുണികളൊക്കെ മടക്കി എല്ലാം ഇന്നില്ലേ ഫുള്ള് വൃത്തിയാക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ വെച്ചിട്ടല്ലേ ഓണം. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ. ഇനി തുണികൾ നമുക്ക് കുറച്ച് തുണികളുണ്ട് കേട്ടോ, ബാലൻസ്. അപ്പം അത് കാണിച്ചു കൊടുക്കേട്ടാ. എന്ത് തുണിയിൽ? ഈ സാരികൾ കുറച്ചുണ്ട്. കുറച്ച് സാരികളുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊടുക്കാനുണ്ട്. കുറച്ച് നൈറ്റിയൊക്കെ പിന്നെ കൊടുക്കുള്ളതാ. നൈറ്റിയൊക്കെ ഓണം കഴിഞ്ഞിട്ടുള്ള സെയിലിനുള്ളതാ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നും കൂടി നമ്മൾ കൊറിയർ അയച്ചു കേട്ടോ. ഇന്ന് അയച്ചു കഴിഞ്ഞപ്പോൾ ഇനി വ്യാഴാഴ്ചയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ചില കൂട്ടുകാർ ഷർട്ടും മുണ്ടും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പോയി ഷർട്ടും മുണ്ടും കൊടുത്തിട്ട്, സാരിക്ക് ചേർന്ന ഷർട്ടും മുണ്ടും കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന്, നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ. അച്ഛന്മാരുടെ കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് രാവിലെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടില്ല, വയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ ഇടണ്ട, എനിക്ക് വയ്യ തീരെയെന്ന്. ഏട്ടനാണെന്ന് വെച്ചാൽ കിച്ചൂട്ടിന് ട്രൗസറും ഷർട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിച്ചൂട്ടിനെയും കൊണ്ട് പോയി. മുടി വെട്ടിക്കാനുണ്ടായിരുന്നു. ഈ ഓണത്തിരക്ക് എന്ന് പറയുന്നത്, അതേപോലെ നമ്മുടെ വിഷുവിൻ്റെ എത്രയൊക്കെ നമ്മൾ ഒരുക്കി വെച്ചാൽ ആ സമയത്ത് നമ്മൾ കടന്നു ഒരു ഓട്ടം പതിവാണ് അല്ലേ? അങ്ങനെ ഓടണേ, നല്ല ഉത്രാടപ്പാച്ചിലാവും. അച്ചാറിനും പുളിയഞ്ചിക്കുള്ള ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അത് നേരെയാക്കിയിട്ട് പുളിയഞ്ചിയും അച്ചാറൊക്കെ ഇട്ട് വെക്കണം. ഏട്ടൻ നല്ല കണ്ണിമാങ്ങയുടെ അച്ചാറ് വാങ്ങിയിട്ട് വന്നേക്കണു. നിനക്ക് വയ്യാത്തല്ലേ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ തൊട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടുകാരൊക്കെ അത്രേ വാങ്ങാൻ കിട്ടും. അവിയലും ഉപ്പേരിയൊന്നും വാങ്ങാൻ കിട്ടില്ല, കിട്ടായൊന്നുമില്ല. ഇപ്പൊ അതാ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും നമ്മുടെ തൊട്ടൊക്കെ 5 പേർക്കൊക്കെ ഉള്ളവരില്ലേ കാറ്ററിങ് ഏൽപ്പിച്ചൊക്കെ. വൈകുന്നേരത്തേക്ക് ആർക്ക് സദ്യ വേണ്ടാന്ന്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ്. ഇനിയിപ്പോൾ സദ്യ മാത്രമല്ല, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, കുഴിമന്തി ഇഷ്ടമാണ്, എല്ലാം അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓണത്തിന് സദ്യ. പക്ഷേ ഓണസദ്യ ഓണസദ്യ എന്ന് പറയുമ്പോൾ പിന്നെന്താണെന്നറിയോ, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഓണസദ്യയല്ലേ. ഇപ്പം നാളെ എൻ്റെ വീട്ടിൽ നിന്ന് വരും. വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണം നമുക്ക് പറ്റണ പോലെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നല്ലൊരു പായസവും ഒക്കെ ഉണ്ടാക്കി. ഞാൻ ബോളി ഉണ്ടാക്കണം കുറേ, അതാണ് മുൻകൂട്ടി നമ്മളൊന്നും ചിന്തിക്കരുത്. ബോളി ഉണ്ടാക്കണം ഇപ്രാവശ്യം എന്ന് വിചാരിച്ച. അപ്പയ്ക്കും കണ്ടോ തീരെ വയ്യാതെ കേട്ടോ. കാണുമ്പോൾ ഒരു ഇതുമില്ല, പക്ഷെ ഇപ്പോഴത്തെ പനി വല്ലാത്തൊരു പനിയാണ്. വയറും മേലും ഒക്കെ വേദനിക്കുകയാണ് കേട്ടോ. എൻ്റെ സാരിയുടെ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടേ ബ്ലൗസ് കൊണ്ടേ കൊടുത്തില്ല. ഞാൻ സാരി വലിയ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് വന്നു. ബ്ലൗസ് തുണി കൊണ്ടേ കൊടുത്ത് ഇല്ല, തുണി കൊടുത്തു, അളവ് കൊണ്ടേ കൊടുത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ അമ്മൂട്ടിയുടെ അവർ വരുമ്പോൾ അവർ മടക്കിയൊക്കെ ചെയ്യും. ഇത് ഞാൻ ജിമ്മിന് പോകുമ്പോൾ ഇടുന്നതാട്ടോ. നിങ്ങളെന്നെ ആ ഒരു വേഷത്തിൽ നിങ്ങളെന്നെ കണ്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോണത്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിലെത്രത്തോളം എന്നെ നെഗറ്റീവ് പറയുന്നത് എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടാ. ജിമ്മിക്ക് ജീൻസ് ഇട്ടൊന്നും പോയില്ല. ജീൻസ് അല്ല, ജീൻസിൻ്റെ പോലത്തെ പാൻറ് ഇതാ കണ്ട. ഇത് എന്നിട്ട് എല്ലാവരും ചോദിച്ചിരുന്നു നാൾ ഒരു പ്രാവശ്യം ഇത് കണ്ടപ്പോൾ അനിയേട്ടൻ്റെ പാൻറ് എടുത്തിട്ടൊക്കെയാണോന്ന്. അനിയേട്ടൻ്റെ അല്ല, എൻ്റെയാണ് കേട്ടോ. അതൊക്കെ അനിയേട്ടന് വേറെ. ഏട്ടനെ എനിക്ക് കൊള്ളില്ല, ഞാൻ ഏട്ടനെ കല്ലും തട്ടിയുണ്ട്. അപ്പം അത് കാരണം കൊള്ളാത്ത കാര്യങ്ങൾ എന്നല്ലേ പറയും. നമുക്ക് ഇത്രയും സാരികളുണ്ട് ഇനി സെയിലാവാൻ. കുറച്ച് സെറ്റും മുണ്ടും ഉണ്ട്, കുറച്ച് സാരികളും ഉണ്ട്. കാണിച്ചത് കുറച്ച് സെറ്റും മുണ്ട്, കുറച്ച് സാരികൾ, അല്ലാതെ ഒരുപാടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഓണത്തിരക്കുകൾ തുടങ്ങിയോ? ഓണത്തിന്
എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ചെറുപയറും ഉണ്ടാക്കും, പാലട ഉണ്ടാക്കും, പിന്നെ അവിട്ടം ദിവസം സേമിയ ഉണ്ടാക്കും കേട്ടോ. പിന്നെ നാളെ നമുക്ക് നബിദിനല്ലേ, അപ്പം നമ്മൾ നബിദിന സമയത്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ നബിദിനത്തിന് എന്തെങ്കിലും കൊടുക്കണതാണ് മക്കൾക്ക്. അപ്പോൾ നാളെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പേടിച്ചിരിക്കുന്നു. കാരണം കലണ്ടറിൽ നോക്കുമ്പോൾ നമ്മുടെ നബിദിനം പറഞ്ഞിരുന്നത് എപ്പോഴാണെന്നറിയോ? തിരുവോണ ദിവസം. അയ്യോ, തിരുവോണ ദിവസം തന്നെ നബിദിനം വന്നോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. തിരുവോണ ദിവസം തന്നെയല്ലേ? അല്ല, നാളെയാണ് നബിദിനെ. നാളെ ഉത്രാടം, ഇന്ന് പൂരാടം, നാളെ ഉത്രാടം. അന്നാണോ? കുട്ടികളുടെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് തിരുവോണ ദിവസമാണെന്ന് പറഞ്ഞിട്ട് നാളെ. അതെ, അസംകുട്ടിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അസംകുട്ടിയാണ് പറഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സമയത്തൊക്കെ നമ്മൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിന്നിട്ടുണ്ട്. എൻ്റെ മക്കളും കാത്തു നിന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ചെറിയ, ഞങ്ങൾ പായസമാണ് ഉദ്ദേശിച്ചത്. വരുമ്പല്ലേ അവിടെ ഒരു അറബി മാഷ് ഉണ്ടായിരുന്നു, നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷ. ആ മാഷാണ് അവിടെ പോത്തുപള്ളിയിൽ പഠിപ്പിക്കുക, മദ്രസയിൽ പഠിപ്പിക്കുക. ആ മാഷ മതി ഇങ്ങനെ പോകുമ്പോൾ മാഷ് നമ്മളെ വിളിക്കും. എന്നിട്ട് എല്ലാ ആരൊക്കെ ഉണ്ടാവും, നമ്മൾ 3 ആളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 4 ആളുണ്ടാവും. അപ്പം 4 ആൾക്കും കൈ നിറയെ മിഠായി എന്നിട്ട് പോവുക. നമ്മൾ ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കൽ കാത്തുകൊണ്ടിരിക്കും. അന്നൊക്കെ ഒരു മിഠായി കിട്ടുക പറയുമ്പോലെ മുട്ടായിട്ട് കുട്ടികൾക്ക് മുട്ടായിട്ട്, ഇപ്പൊ കിച്ചുവിന് മുട്ടായിട്ട് അല്ലെങ്കിൽ കുഞ്ഞിന് കിട്ടു പറഞ്ഞപ്പോ എത്ര സന്തോഷം ഉണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പൊ പിന്നെ മിഠായിക്കൊന്നും പഞ്ഞില്ലെങ്കിലും അന്നത്തെ കാര്യം പറയില്ല. അന്നിപ്പോ മുട്ടായിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലും കടയിൽ പോകുമ്പോ കിട്ടിയാലായി, ശരിയാ. അത്രേ ഉള്ളു. അപ്പൊ മിഠായി അന്ന് വലിയ ഭയങ്കര ഇഷ്ടമായിട്ട് കാത്തുനിന്നായിരുന്നാ. അപ്പൊ ആ ഒരു ഓർമ്മ നമ്മുടെ മുന്നിൽ കൂടെ ആഘോഷമായിട്ട് വരുമ്പോൾ നമ്മളതിൽ പങ്കുചേരുക, നമ്മളതുപോലെ മിഠായിക്ക് കാത്തു നിന്നായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മിഠായി കൊടുക്കാനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ? മധുരം കൊടുത്തവർ കൂടെ ചേരുക സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഓർമ്മയാണ്. കാരണം ഞങ്ങളും, എൻ്റെ നാട് അമ്പംകുന്ന്, കാഞ്ഞിര അമ്പംകുന്നാണ് കേട്ടോ. അവിടെ അറിയുന്ന കൂട്ടുകാർക്ക് അറിയാം, അമ്പംകുന്ന ഔലിയപ്പാപ്പ. നമ്മുടെ അവിടെയും ഈ ജാതി മത വ്യത്യാസമൊന്നുമില്ല. അമ്പംകുന്ന് നേർച്ച 3 ദിവസം നേർച്ച എല്ലാ ആൾക്കാർക്കും പോവുക. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ പോണൊരു സ്ഥലം, അവിടേക്ക് ഞാൻ പോയി തൊഴുകാറുണ്ട് കേട്ടോ. നമുക്കിഷ്ടമാണ് ഔലിയപ്പാപ്പയുടെ അടുത്ത് പോവുക, കുട്ടികളെയും കൊണ്ട് പോയിട്ടൊന്ന് തൊഴുതിട്ട് വരിക. അതൊക്കെ നമ്മുടെ ഓരോ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ജാതി മതമൊക്കെ അല്ലെങ്കിൽ ദൈവമൊക്കെ ഇതെല്ലാം ഒന്ന് തന്നെ. അപ്പം എൻ്റെ അമ്മ ക്രിസ്ത്യൻ പള്ളിയിലാണ് പണിയെടുത്തിരുന്നത് 15 വർഷം. എൻ്റെ അമ്മ ക്രിസ്ത്യൻ പള്ളിയിൽ അവിടെ അടിച്ചു വാരലും കാര്യങ്ങളും, നെല്ലിപ്പുഴ അവിടെ ചെയ്തിരുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയായിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ അമ്മമ്മ മരണപ്പെട്ടപ്പോൾ അതെൻ്റെ അമ്മയ്ക്ക് കിട്ടി. എൻ്റെ അമ്മയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയ പള്ളിയൊക്കെ കെട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇപ്പോൾ അമ്മ നിർത്തി അവിടുത്തെ പണി. അപ്പോൾ നമ്മളങ്ങനെ, ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നൂലേ, +2 +1 +2 ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. +1 +2 ആ പള്ളിയിൽ പോയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്താ വെച്ചാൽ എൻ്റെ അമ്മ അവിടെ പണിയെടുക്കുന്നുണ്ടാവും, പള്ളിപ്പണി. അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഞാനും എൻ്റെ ചെറിയേട്ടനും അവിടെ തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പഠിക്കുന്ന സമയത്ത്. നമുക്കങ്ങനെ ഈ ഇതൊന്നുമില്ല കേട്ടോ. മനുഷ്യർ തന്നെ, എല്ലാവരും മനുഷ്യർ നന്നായി കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. അങ്ങനെ ചിന്തിക്കാനേ പാടുള്ളൂ. അല്ലാതെ ചില ആൾക്കാർ പറയുന്ന പോലെ ഇന്നതാണെന്നൊന്നല്ല. നമുക്കിപ്പോൾ ഓരോ പ്രാവശ്യം ആരാണ് ഉപകാരം ചെയ്യാനുണ്ടാവുക, ആരാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക, സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുക. നമ്മളിത് പറഞ്ഞിട്ട് എന്താ ഈ പെണ്ണിങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കണ്ടാവും അല്ലേ? അങ്ങനെയല്ല, ഉള്ള കാലല്ലേ ഏട്ടാ. അത്ര തന്നെ. ജാതി മതമൊക്കെ മനുഷ്യണ്ടാക്കിയതല്ലേ. നമ്മൾ ടി വിക്കൊരു ടി വി ഇപ്പോൾ ഓണത്തിന് കുറേ ആൾക്കാർ വാങ്ങണ്ടാവും, ഫ്രിഡ്ജ് വാങ്ങണ്ടാവും. അതിനൊക്കെ ഒരു 4 വർഷം 3 വർഷം വാറണ്ടി ഉണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു വാറണ്ടി ഉണ്ടോ? ഒരിക്കലും ഒന്നിനും പറയാൻ പറ്റില്ല. ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ടു, ഇനി നാളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാനും പറ്റില്ല. ദൈവം വിചാരിച്ചോടത്ത് കൂടെ നമ്മൾ പോകേണ്ടി വരും. കഴിഞ്ഞ വർഷം വരുമ്പോൾ മിഠായി കൊടുക്കാനൊന്നും ആളില്ലാണ്ട് കൂട്ടുകാരെ കുളിക്കുക. ഇനിയിപ്പോൾ കിച്ചുവായി കുഞ്ഞനായി കൊടുക്കാൻ ഇഷ്ടം പോലെ ആളായില്ലേ. എന്നിട്ട് തന്നെ ആരും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ സമയം കൂട്ടുകാര് എല്ലാവരും വരും, കൊടുക്കണ്ടേ. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഏട്ടൻ കൂട്ടുകാരൊക്കെ വന്നിട്ട് നമുക്ക് മറ്റന്നാ കൊടുക്കണ്ടേ, പായസം കൊടുക്കുക പറഞ്ഞു. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് നമ്മൾ പായസം പിന്നെ എന്താ കൊടുക്കാതിരുന്നതാണ് കേട്ടോ. എനിക്ക് തീരെ, നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കി കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ വയ്യ, നമ്മുടെ ഇത് നമുക്കല്ലേ അറിയൂല ഏട്ടാ. അല്ല, അന്ന് ഓണത്തിൻ്റെ ഒക്കെപ്പാടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ടുണ്ടാക്കി ആവില്ല. അപ്പോൾ എന്തായാലും
ആയോ ആയില്ലല്ല, നമ്മളവർ വരുന്നവർക്ക് നല്ല സന്തോഷമാവുന്ന രീതിക്ക് അവർക്ക് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല അമ്മളി പറ്റി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തിരുവോണ ദിവസമായിരുന്നു ഇത്. തിരുവോണ ദിവസത്തിൻ്റെ തിരക്കുകൾ അങ്ങനെ, അതിൻ്റെ ഇടയിൽ പെരും മഴ. എൻ്റെ അമ്മോ, ഇപ്രാവശ്യത്തെ കാലാവസ്ഥ കാണുമ്പോഴും അങ്ങനെ തന്നെ. അത്തം വെളുത്ത ഓണം കറക്കെന്ന് പറയില്ലേ. കഴിഞ്ഞ വർഷം തിരുവോണത്തിന് അതിൻ്റെ മുന്നത്തെ കഴിഞ്ഞ വർഷം തന്നെയാണല്ലേ. കഴിഞ്ഞ വർഷം ഇതേപോലെ പെരും മഴയായിരുന്നു. എൻ്റെ ദൈവമേ, പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഇപ്പോൾ അങ്ങനെ തന്നെ ആവരുതേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതാ പള്ളിയിലൊക്കെ നല്ല പരിപാടി കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പള്ളിയിലൊക്കെ, എല്ലാ പള്ളിയിലും ഉണ്ടാവൂലേ, നബിദിന റാലി ഈ കാര്യങ്ങളൊക്കെ ആയിട്ട്. എൻ്റെ വീടിൻ്റെ അവിടെ കാലത്തും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നടക്കും. നബിദിന എല്ലായിടത്തും ഗംഭീരം തന്നെയാണ്. ചിലയിടത്തും ഗംഭീരം തന്നെ. അല്ല, അമ്പംകുന്ന് ആ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒന്നും കൂടി ഗംഭീര. ഇവിടെ ഇപ്പം ഇവിടുത്തെ മാത്രം അറിയില്ല, അവിടേക്ക് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ആരവങ്ങളും കുട്ടികളുടെ എന്താ മുട്ടൊക്കെ കാണാൻ എന്തോ ഒരു രസമായിരിക്കില്ലേ. ഞങ്ങളൊക്കെ ചെറുതാവണ സമയത്ത് നേർച്ചയ്ക്ക് പോലേട്ടാ. നേർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മുട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അന്ന് ശിവരാത്രി ദിവസമായിരിക്കും അധികം. ഇപ്പോൾ അങ്ങനെ വരവില്ലാവുന്നുണ്ട്. ശിവരാത്രി ദിവസമായിരിക്കും കേട്ടോ നേർച്ചയുടെ ഒരു ദിവസം വരിക. അപ്പോൾ ഉറക്കൊഴിക്കണമല്ലോ. ഞങ്ങളെ കനാൽ വരമ്പത്തിൻ്റെ അധീനാകും എല്ലാവരും പാടെ. ഞാൻ, ദീപചേച്ചി, കട്ട ഒക്കെ പോടെ നിരന്നിരിക്കും. എന്നിട്ട് രാവിലെ വരെ നേർച്ച കണ്ടിട്ട് പോകും. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും മടിയായി. എല്ലാവർക്കും എങ്ങനെ പറയുക, അങ്ങനെ ഒരു താല്പര്യമില്ലാതെയില്ലേ. ഫോണും ടി വിയും വന്നതോടല്ലേ കുറേ കാര്യങ്ങൾ സത്യം പറയുക നമ്മുടെ മക്കൾക്കാണോ വെച്ചാൽ നഷ്ടപ്പെട്ടും കൊണ്ടേയിരിക്കുകയാണ്. അല്ല ഒന്നുണ്ടോ. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കുറേ നേരം കളിക്കും. ഇപ്പോഴത്തെ മക്കളാണോ എന്ന് വെച്ചാൽ പായസം കുടിച്ചിട്ട് ഇതാ ഈ സെറ്റിയിലോ അല്ലെങ്കിൽ അവിടെ ടി വിയും കണ്ടിട്ടോ ഫോണും ഉണ്ടെങ്കിൽ ഫോണും കണ്ടിട്ട് അങ്ങനെ കടന്നു കഴിഞ്ഞ് വെച്ചാൽ അവർക്കൊരു ലോകവും ഇല്ല. ശരിക്കും ഞാൻ പറയും, ഇവരുടെയൊക്കെ നല്ല കാലങ്ങളല്ലേ ഇത് പോണത് അല്ലേ. ഇപ്പോൾ അവർ നല്ല കാലം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ ഫോൺ നോക്കുമ്പോഴാണ്. മറ്റേതിപ്പോൾ വേറെ ഒന്നും ചെയ്യല്ലേ. അപ്പം അതൊരു സന്തോഷം വരുന്നത് തന്നെ അന്നത്തെ കളിയും ചിരിയൊക്കെ തന്നെയായിരുന്നു. അതന്നെ, നമുക്ക് ഫോണില്ലല്ലോ. എന്താ ഈ സാരി ഉണ്ടോ, കണ്ടോ? ഈ സാരിയെ ഞാനെടുത്തു. എല്ലാ സാരി ഇങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ ആകെ 2 സാരി എടുത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇത് നോക്കി നോക്ക്, കണ്ടോ? കണ്ടില്ലേ? ഇതൊക്കെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സാരി ഇപ്പം അധികം കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് സാരി ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെയാണ് കേട്ടോ വരിക. കണ്ടോ? കൊടുത്താലും ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും ഇല്ലേ. അങ്ങനത്തെ തുണിയല്ലേ അത്? അങ്ങനത്തെ തുണിയല്ലേ കണ്ടോ? എങ്ങനെയുണ്ട് കളറ്? നന്നായിട്ടുണ്ട്. ഇഷ്ടമായില്ല? ഓ കേട്ടോ. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ടിനോട് പറഞ്ഞാൽ അവൾ ഇത് കൂടെ ഇങ്ങനെ ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് മതി, ഇത് ഒരുപാട് ആവണേക്കാളും നല്ലത് സിമ്പിളായിട്ടല്ലേ. ഇതിലിങ്ങനെ കണ്ടോ, ഇങ്ങനെ ഗോൾഡൻ ഇതിൻ്റെ അല്ല, ഇനി വർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്ന് അടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇത് നമ്മുടെ ഫോണിൽ എന്താ അല്ല, കയ്യിൻ്റെ അവിടെ ഇങ്ങനെയാണ് വരിക. കണ്ടോ? കയ്യിൻ്റെ അവിടേക്ക് മാറ്റുണ്ടല്ലേ. എന്താ പക്ഷേ എനിക്ക് ഈ സാരി ഞാനിതിങ്ങനെ എടുക്കണോ പറഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞ ഏതെങ്കിലും എടുത്തോളി, എന്താ സാരി ഇഷ്ടമായത് എടുത്തോ പറഞ്ഞു കേട്ടോ. വെക്ക് ഇതിൻ്റെ കളർ. ഇന്നലെ അമ്മ വന്നപ്പോൾ അമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മ അറിയണേ ഈ കളർ നന്നായിട്ടുണ്ടാവും നടക്കുകയാണ്. ഇതെന്ത് കളർ ഏട്ടാ? പിങ്ക് കളറല്ലേ? പിങ്ക് കളർ. നമ്മൾ തടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കണ ഒരു ടൈപ്പ് കേട്ടോ സാരികൾ നമുക്ക് കാണുമ്പോൾ. ഒന്ന് എനിക്ക് ബിന്ദു ചേച്ചി എടുത്തു തന്നു, ഒന്ന് ഞാനായിട്ടൊന്ന് ഇതും ആ സാരി ഉണ്ടോ, ആ സാരി ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പം അത് ഏട്ടൻ പറഞ്ഞ് അത് എടുക്കണ്ട,
പറഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടന് എന്താ എടുക്കണ്ടെന്ന് എന്താന്ന് പറഞ്ഞെന്നറിയോ, അതിന് നല്ല ഓർഡർ വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, സാരിയൊക്കെ എടുക്കാൻ ഓർഡർ വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്താ ഇന്നലെ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ സാരി ഇതേപോലെ കാണിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ആ സാരി എന്താ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ഇനി ആകെ അതിൻ്റെ ഒരൊറ്റ ഒരു പീസേ ഉള്ളൂ കേട്ടോ. ആ ഒരു പീസ് ഞാനും എടുത്താൽ ശരിയാവില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇനി. ബാക്കിയൊക്കെ പോയി. പക്ഷേ നമുക്ക് എല്ലാവരും നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ, സെലക്ഷൻ ഒരുപാട് സെലക്ഷൻ ഉള്ളത് ലാസ്റ്റ് വന്ന് നല്ല സെലക്ഷനേ. അതിൽ ഓരോ പീസ് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അടുത്ത ഓരോ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. എന്താ അത് നമ്മൾ 2 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത സാരികളാട്ടോ. റീസ്റ്റോക്ക് ചെയ്തിട്ട് നമുക്കത് എന്താ എങ്ങനെ പറയാം, ഓരോ പ്രാവശ്യം മാത്രമാണ്, ഓരോന്ന് മാത്രമേ ഉള്ളൂ, ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ബുക്കിംഗ് ആയതാണ്. കൊടുക്കല്ലേ? അത് ബുക്കിംഗ് ആയത് ഓണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ചില കൂട്ടുകാരുണ്ട്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ ചേഞ്ച് ആണിത്. നമ്മൾ ഇനി സാരിയെ കൊടുത്ത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി. ഈ സാരിയാണ് ഈ സാരി കണ്ടോ, മൽക്കോട്ടൻ്റെ ടിഷ്യൂ സാരി. പിന്നെ ഈ സാരി ഇത് കണ്ടില്ലല്ലോ, ഇതും തന്നെ നമ്മൾ പിന്നെയും ആദ്യം എടുത്തിട്ട് പിന്നെയും റീസ്റ്റോക്ക് ആക്കിയ ഒരു സാരിയാണ് കേട്ടോ. അത് നല്ല കാഴ്ചക്കുണ്ടായിരുന്നത്, നല്ല കാഴ്ചക്കുണ്ടത്. അതിനിപ്പോൾ ഒന്ന് മെസ്സേജ് വന്നത് കണ്ടോ, ചേച്ചി എന്താ ഫോണിൽ കാണുന്നേക്കാളും നന്നായിട്ടുണ്ട് നേരിട്ട് കാണാനാണ്. സാരിയില്ലേ, ഇത് ടിഷ്യൂവിൻ്റെ സാരിയാണ്. ഇതാ കണ്ടോ, നല്ല കാഴ്ചക്ക് നല്ല നല്ല ഭംഗിയുള്ള സൂര്യകാന്തി അല്ലേ. അപ്പോൾ അതും പിന്നെ നമ്മൾ റീസ്റ്റോക്ക്, ഇതിൻ്റെ ഇനി ഒരു പീസേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലാറ്റിൻ്റെയും ഓരോ പീസുകളേ ഉള്ളൂ. ബാക്കി രണ്ടാമത് എടുത്തിട്ടും അപ്പോൾ പിന്നെ എടുത്തിട്ടില്ല. ഇനിയൊക്കെ നമുക്കിന്ന് ഇന്നെന്താ പണിയെന്നറിയോ, ഇനിയിപ്പോൾ ഓണത്തിന് നാളെ എല്ലാവരും വരില്ല. അപ്പോൾ ഈ തുണികളൊക്കെ നമ്മൾ എടുത്തിട്ട് ഓരോടത്ത് ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പണി. പിന്നെ ഇത് കുറേ പേർക്ക് ഇത് ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ. ഇത് നമ്മൾ കാണിച്ചൊരു സാരി തന്നെ അല്ലേ, ആമ്പല്. എന്താ ഇതിൻ്റെയൊക്കെ എന്താ വെച്ചാൽ വർക്ക്, അതൊരു നല്ല വർക്കാട്ടോ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ആമ്പലിൻ്റെയൊക്കെ ലാസ്റ്റ് വന്നതിനൊക്കെ ഭയങ്കര ഉഷാറ് സാരികളായി പോയി. ഉഷാറ് സാരികൾ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് വന്നത്. പിന്നെ ഇതും ഒരു പീസേ ഉള്ളൂ. ഇതും അതിനേക്കാട്ടിലും കണ്ടോ, ഇതിൻ്റെ ഫുൾ ബോഡി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് ഈ അമ്പലങ്ങൾക്ക് മാത്രമല്ല, ഒരു കല്യാണ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസിനെ കൊടുക്കാൻ പറ്റിയ സാരിയാണ് അല്ലേ, ഏറ്റവും തോന്നിയില്ല. അപ്പം അത് പിന്നെ മൽക്കോട്ടൻ, നമ്മുടെ മൽക്കോട്ടൻ കൊണ്ടുവന്നത് കഴിഞ്ഞു കേട്ടോ. ഇനി ആകെ ഒരു പീസ് ഉണ്ട് മൽക്കോട്ടൻ, അത് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് സമയത്തേക്കാണ് എല്ലാവരും മൽക്കോട്ടൻ കൊണ്ടുവന്നത്. ഈ ഒരു മൽക്കോട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇന്നലെ ഇന്നും 3 എണ്ണം പോയി. ഉണ്ടോ മൽക്കോട്ടിനെ ട്രെൻഡിങ്, എല്ലാവരും മൽക്കോട്ടിന് പിന്നാലെ. എന്താ തടിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞ മൽക്കോട്ടിനേക്കാളും നന്നായിട്ടുണ്ട് ഈ സാരികളെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും അവർക്ക് ഇഷ്ടമായത് മൽക്കോട്ടിനാണിത്. കാരണം എന്താ വെച്ചാൽ ഒതുങ്ങി കിടക്കുമല്ലോ ഇത്. ഒതുങ്ങി കിടക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് ആ മൽക്കോട്ട എടുക്കാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഓർഡർ വരുമ്പോൾ നമ്മൾ ഈ മൽക്കോട്ടൻ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. മൽക്കോട്ടൻ ട്രെൻഡിങ് ഉള്ളൊരു സാരിയാണ്. ഇനി കുറേ സാരികളുടെ പേരുകൾ കുറേ ചേച്ചിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരികൾ. തുടക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും മൽക്കോട്ടിന് കടക്കാർ അവർക്ക് സ്റ്റോക്ക് ഇല്ലാണ്ടാണ് എന്തറിയില്ല, മൽക്കോട്ടിന് അവർ നൈസിൽ നമ്മളത് കുറ്റം പറയുക. അല്ലെങ്കിൽ നമ്മൾ ഉള്ള ബാക്കിയുള്ളതൊക്കെ നമ്മുടെ തലയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നേരെ നമുക്കതിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് മൽക്കോട്ടൻ അല്ല. നമ്മൾ ഫസ്റ്റ് മൽക്കോട്ടൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി അതിന് ഉറപ്പില്ല. ഞാൻ ആ ഒരു വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് തുണിന് അത് ശരിക്കും ചിലവർക്ക് അത് ഇഷ്ടാവുള്ളൂ. ഇപ്പം ഇവിടെ അമ്മൂട്ടിക്ക് മൽക്കോട്ട കണ്ടപ്പോൾ അമ്മൂട്ടി എന്താ പറഞ്ഞത്,
ഇതെന്താ അത്ര നൈസ് തുണി എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ അവൾക്കൊന്നും പറ്റില്ല, അത് അങ്ങനെ കുട്ടികൾക്കൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ ഒട്ടും തടിയില്ലാത്തവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ തടിയില്ലാത്തവർ തോന്നുന്നു. ഏ ഒട്ടും തടിയില്ലാത്തവർ ഇടുമ്പോഴേ ഒട്ടി കിടക്കണല്ലേ. നല്ല രസമുണ്ട് അല്ലേ. ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞവർക്ക് ബ്ലാക്ക് ഇതുണ്ട് കേട്ടോ, ഒരു 5-6. ഞാൻ എൻ്റെ അടിച്ചത് നാളെ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഞാൻ ഏതാണ് നെയ്റ്റി ഇടുന്നത് എന്നുള്ളത് അല്ലേ. ഇതൊക്കെ ഇങ്ങനെ നേരെ മടക്കി വയ്ക്കണം കേട്ടോ. നമ്മൾ എൻ്റെ അടുത്ത് നല്ലൊരു അഭിപ്രായം പറഞ്ഞതാണ്, സാരി ഒരിക്കലും നൂർത്തി കാണിക്കരുതെന്ന്. പക്ഷേ എല്ലാ കൂട്ടുകാർക്കും സാരി നൂർത്തിയിട്ട് അതിൻ്റെ ബ്ലൗസ് കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ സാരി നൂർത്താതിരിക്കാൻ പറ്റുമോ? നൂർത്തി കാണിക്കണമല്ലോ അല്ലേ. നൂർത്തി കാണിക്കരുത് ശരിക്കും, അതിൻ്റെ ആ മടക്കിൻ്റെ ഭംഗി നൂർത്തി കാണിച്ചാൽ പോവും. പക്ഷെ ഇനി നമ്മളൊരു സാരി എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് അറിയോ, ആ സാരി കൊടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ ഫോട്ടോ കാണിച്ച് എടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആ സാരിയുടെ മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കാരണം നമുക്കിനി കല്ലടിക്കോട് പോകണം. എനിക്ക് കല്ലടിക്കോട് പോകാണ്ട് ഏട്ടന് ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഓണക്കോടി പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ സുകന്യക്ക് അങ്ങനെ എടുക്കുമ്പോൾ അവർ അങ്ങനെ എടുത്തതാണ് 2 രണ്ടുപേർക്കും സത്യം പറയാച്ചാൽ ഓണക്കോടി എടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇനി ഓണക്കോടി സാരിയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ സാരി പക്ഷെ ബ്ലൗസ് അടിച്ചില്ലെങ്കിലും സാരിയെങ്കിലും എടുത്തു. 2 നൈറ്റി ഞാൻ അടിക്കാൻ കൊടുത്തു. ഏട്ടനൊന്നും എടുത്തില്ല, മുണ്ടും ഷർട്ടൊക്കെ ഏട്ടന് എടുക്കണം കേട്ടോ. ആ എന്താ അങ്ങനെ പറ്റില്ല. ഈ തിരക്കിൽ എന്തിനാ പോയി എടുക്കുന്നത്, തിരക്ക് കഴിഞ്ഞ് എടുക്കാലോ. അത് പറഞ്ഞിട്ട് ഓണം ഈ ഒരു കൊല്ലത്തെ ഓണം ഈ ഒരു കൊല്ലം തന്നെ കേട്ടുള്ളൂ, അടുത്ത കൊല്ലത്തേക്ക് നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനെയല്ലേ താല്പര്യം തോന്നിയിട്ടില്ല. ഞങ്ങളുള്ള സമയത്ത് ഓണക്കോടിയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും പാടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളൊക്കെ പുതിയതിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെന്താ പഴയതിട്ട് കിടക്കുക, എന്ത് കൂട്ടാ കൂടുന്നത്. അതൊക്കെ കാര്യമുണ്ട്. എല്ലാവരുടെയും അങ്ങനെ തന്നെ. കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം പോയിട്ട് എടുത്തു കേട്ടോ. ഇപ്രാവശ്യം എന്താ പറയുക വെച്ചാൽ ഞങ്ങൾ എവിടേക്കും പോകാൻ പറ്റിയില്ല. ഇന്നലെ അമ്മ വന്നിരുന്നില്ലേ, അമ്മേനെ ഒന്ന് കൊണ്ടുവയ്ക്കാനാണ് കല്ലടിക്കോടൊന്ന് പോയത് കേട്ടോ, അല്ലാതെ എവിടേക്കും പോകില്ല. ഇന്ന് എനിക്ക് പോയിട്ട് ഒരു ചെരുപ്പ് എടുക്കണം, അതേപോലെ തന്നെ എന്താ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ ഒക്കെ സാധനങ്ങൾ ഓരോന്ന് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളും തിരക്കിലാണെന്നറിയാം. നമുക്കിന്ന് പുളിയഞ്ചിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ പിന്നെ നാളേക്കും മറ്റന്നാളേക്കും നമുക്ക് ഇതായില്ലേ. നിങ്ങൾ വിലയിൽ വിളമ്പി കൊടുക്കാറുണ്ടോ? നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ, ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ തിരിച്ചിലുകളാവും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ നമ്മളെല്ലാം രാവിലെ കുളിച്ച് പുളിയിഞ്ചി അച്ചാറൊക്കെ അങ്ങനെ രാവിലെ ഉണ്ടാക്കിയിട്ട് ഇലയിൽ വിളമ്പി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിളമ്പി കഴിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലും ആ ശീലങ്ങളൊക്കെ മാറിയിരിക്കണു. അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ വിളക്കിൽ വിളമ്പി കൊടുക്കുക. ഇലയിൽ അല്ല, വിളക്കിൽ വിളമ്പി കൊടുത്തിട്ട് അരിയും പൂവൊക്കെ ഇടില്ലേ നമ്മൾ, അങ്ങനെ ചെയ്യാറുണ്ടോന്ന്. അപ്പോൾ അങ്ങനെ ഇലയിൽ വിളമ്പി കൊടുക്കുക. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറയും കേട്ടോ, പെരുന്നാളിന് ഇലയിൽ വിളമ്പി കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ കൊടുത്തു എന്ന് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞാണ്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.